പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു 3/4 ലെങ്ത് വരുന്ന പഫ് സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്ത് കാണിക്കാം. ചാർട്ട് പേപ്പർ ഇതുപോലെ രണ്ടായി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. സ്ലീവ് ലെങ്ത്ത് എനിക്ക് 15 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 1 ഇഞ്ച് സീം അലവൻസും ചേർത്തിട്ട് 16 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അവിടുന്ന് താഴത്തോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനിൻ്റെ മേലെ നമ്മൾ ആം ഹോൾ റൗണ്ടിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആം ഹോൾ റൗണ്ട് എനിക്ക് 18 ഇഞ്ചസാണ് വരുന്നത്. അതിൻ്റെ പകുതി 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. താഴത്തോട്ടേക്ക് 1 ഇഞ്ച് സീം അലവൻസും. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു ലൈൻ വരയ്ക്കാം. എന്നിട്ട് ആ ലൈനിൽ ഈ പോയിൻ്റിൽ നിന്ന് 3.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. 3.5 ഇഞ്ച് അതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റാണ്. അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് മേലേക്ക് ഇതുപോലെ ആംഗിളിൽ ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് 10 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ മിഡ് പോയിൻ്റ് 5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇനി സ്ലീവ് ഓപ്പണിങ്ങിൻ്റെ അവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് ടോട്ടൽ സ്ലീവ് റൗണ്ട് വരുന്നത് 9.5 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 4.25 മാർക്ക് ചെയ്തു. 1 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്തു. ഇവിടെ താഴത്തോട്ടേക്ക് ഞാൻ വരച്ച സീം അലവൻസാണ്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് യോജിപ്പിക്കാം വരച്ചിട്ട്. ഇനി നമ്മൾ നേരത്തെ വരച്ച ഈ ലൈനില്ലേ, അതിൻ്റെ സൈഡിലേക്ക് 1/2 ഇഞ്ച് പുറത്തേക്ക് ഇതുപോലെ മുകളിലത്തെ ഭാഗത്ത് മാർക്ക് ചെയ്യുക. അതുപോലെ താഴത്തെ ഭാഗത്ത് 1/2 ഇഞ്ച് ഉള്ളിലോട്ടേക്കും മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ട് ഇതായി വീഡിയോയിൽ കാണുന്ന പോലെ ആ പോയിന്റിലേക്ക് കൂടി ഒന്ന് ഇതുപോലെ കേർവ് ഷേപ്പിൽ വരച്ചെടുക്കാം. അതുപോലെ താഴത്തെ ഭാഗത്ത് ഇങ്ങനെ ഉള്ളിലോട്ടേക്കും കേർവ് ഷേപ്പിൽ വരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തത് നോർമൽ സ്ലീവിനുള്ളതാണ്. ഇനി നമുക്ക് പഫ് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എത്രയാണോ പഫ് വേണ്ടത് അതിനനുസരിച്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ 2 ഇഞ്ചാണ് പഫിന് വേണ്ടി മാർക്ക് ചെയ്തത്. നല്ല ഹൈറ്റിലുള്ള പഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് 3-4 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി അവിടുന്ന് ഈ കാണുന്ന മാർക്കിങ്ങിലേക്ക് ഇതുപോലെ നമുക്ക് ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തു. നിവർത്തി കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യേണ്ട തുണിയിലേക്ക് ഇത് ഡയറക്റ്റ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തുണി ഇതുപോലെ രണ്ടായി മടക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് ഈ സ്ലീവിനുള്ള നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ പാർട്ട് ഇതുപോലെ വെച്ചിട്ട് അതേ അളവിൽ നമുക്ക് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സ്ലീവ് തുണിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചാർട്ട് പേപ്പറിൻ്റെ ആ കട്ട് പീസ് ഇവിടെ വെച്ചിട്ട് ആ പഫിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അത് ആ തുണിയിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ 2 സ്ലീവ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പഫ് കൊടുക്കേണ്ട ആ ഭാഗം ഇതുപോലെ ഒരു നോച്ച് ഇട്ടിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 2 സ്ലീവും നമുക്ക് നല്ല വശങ്ങൾ ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ 1/2 ഇഞ്ച് ഉള്ളിലോട്ടേക്ക് കുഴിച്ച് വെട്ടണം. അപ്പോൾ അത് ഇതുപോലെ വെച്ചിട്ട് ആ മാർക്കിംഗ് ഒന്ന് കൊടുത്തിട്ട് അതും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ച് വരക്കുന്നുണ്ട്. അതിന് ശേഷം ആ പാർട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിത് ലൈനിങ് വെച്ചിട്ട് ചെയ്യുന്ന സ്ലീവാണ്. അപ്പം ലൈനിങ്ങും നമ്മൾ അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തത് മെയിൻ ക്ലോത്തിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി, ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി. അപ്പോൾ ലൈനിങ് ഞാൻ അറ്റാച്ച് ചെയ്തെടുത്തു. അതിന് ശേഷം ഞാൻ താഴത്തെ ഭാഗത്ത് സ്ലീവ് റൗണ്ടിൻ്റെ അവിടെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുമുണ്ട് 1/2 ഇഞ്ച് വിഡ്ത്തിൽ. ഇനി നമ്മൾ പഫിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തില്ലേ, ആ ഏരിയയിൽ ഇതുപോലെ ചെറിയ ചെറിയ ഫ്രിൽസ് നമുക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ ഞാനത് പഫ് സ്ലീവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഫ്രിൽസ് ഇട്ടാൽ മതി. ഇനി ഈ സ്ലീവിൻ്റെ അറ്റത്ത് ഞാനൊരു ലേസും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിവർത്തി വെച്ചിട്ട് ലേസ്, ഇതുപോലത്തെ ലേസ് എടുത്തിട്ട് ഇതിൻ്റെ അറ്റം ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യും. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് അത് സ്ലീവിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ നമ്മളെ പഫ് സ്ലീവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.